നിർഭയയ്ക്ക് നീതി ലഭിക്കാൻ നാമെല്ലാവരും തെരുവിലിറങ്ങിയ ഒരു കാലമുണ്ടായിരുന്നു. 12 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ അപ്രത്യക്ഷമാക്കുകയും ഫോൺ ഫോർമാറ്റ് ചെയ്യുകയും ചെയ്ത പ്രതിയെ രക്ഷിക്കാൻ നമ്മൾ തെരുവിലിറങ്ങുകയാണ്. ആം ആദ്മിയുടെ MP സ്വാതി മലിവാളിന്റെ വാക്കുകളാണിത്. ആരാണ് സ്വാതി മലിവാൾ MP? ഇന്ത്യ മുന്നണിക്ക് ഒരു പുത്തൻ ഉണർവ് നൽകിക്കൊണ്ട് ജാമ്യത്തിലിറങ്ങിയ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഏറ്റ പ്രഹരമായിരുന്നു സ്വാതി മലിവാൾ. മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലേക്ക് പോകുമ്പോൾ കണ്ട അരവിന്ദ് കെജ്രിവാളിനെ ആയിരുന്നില്ല തിരിച്ച് ജാമ്യത്തിലിറങ്ങിയപ്പോൾ ആം ആദ്മി പാർട്ടി കണ്ടത്. കെജ്രിവാളിന്റെ ജയിലിൽ നിന്നുള്ള എൻട്രി ആം ആദ്മിക്ക് പ്രതീക്ഷ നൽകിയിരുന്നു. എന്നാൽ ആ പ്രതീക്ഷയുടെ കടക്കൽ കത്തിവെക്കുന്നത് പോലെയായിരുന്നു സ്വാതി മലിവാളിന്റെ പരാതി. മുഖ്യമന്ത്രി കെജ്രിവാളിന്റെ വീട്ടിലെത്തിയ തന്നെ മുഖ്യമന്ത്രിയുടെ സഹായി ബിഭവ് കുമാർ ക്രൂരമായി മർദ്ദിച്ചുവെന്നാരോപിച്ച് AAPയുടെ രാജ്യസഭാ MP ആയ സ്വാതി മലിവാൾ ഡൽഹി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ശേഷം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ബിഭവ് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന 2 വ്യക്തികളാണ് സ്വാതി മലിവാളും ബിഭവ് കുമാറും. ആം ആദ്മി പാർട്ടിയുടെ തുടക്കം മുതൽ പാർട്ടിക്കൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ച സ്വാതി മലിവാൾ എങ്ങനെ ആം ആദ്മിയുടെ ശത്രുവായി? കേജ്രിവാളും മനീഷ് സിസോദിയയും രൂപീകരിച്ച പരിവർത്തൻ സംഘടനയിലൂടെയാണ് സ്വാതി പൊതുപ്രവർത്തന രംഗത്തേക്ക് ആദ്യ ചുവട് വയ്ക്കുന്നത്. അണ്ണാ ഹസാരെയുടെ നേതൃത്വത്തിൽ നടന്ന അഴിമതിക്കെതിരെയുള്ള സമരത്തിലും ഇവരുടെ പങ്കാളിത്തമുണ്ടായിരുന്നു. അതിനുശേഷം അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടി രൂപീകരിച്ചു. അങ്ങനെ കേജ്രിവാളിനൊപ്പം ചേർന്ന് പ്രവർത്തനം ആരംഭിച്ചു. 2015 ഡൽഹി വനിതാ കമ്മീഷൻ ചെയർപേഴ്സണായിരുന്നു സ്വാതി. അങ്ങനെ ഒടുവിൽ ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ MPയുമായി. പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ആം ആദ്മിയുടെ സജീവ പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം സ്വാതി വിട്ടുനിന്നു. അതായത് കേജ്രിവാളിന്റെ അറസ്റ്റിലോ മറ്റ് സമരങ്ങളിലോ ഒന്നും തന്നെ സ്വാതി പങ്കാളിയായില്ല. മാത്രമല്ല കേജ്രിവാളിന്റെ അടുത്ത സുഹൃത്തായിട്ട് കൂടി എന്തുകൊണ്ട് സ്വാതി പ്രധാനപ്പെട്ട സമര പരിപാടികളിൽ പങ്കെടുക്കാതിരുന്നു എന്നുള്ളത് ഒരു ചോദ്യമായി. ഇപ്പോൾ സ്വാതിയുടെ പരാതി ഡൽഹിയിലെ ആം ആദ്മി ക്യാമ്പുകളിലൂടെ കത്തിപ്പടർന്ന് രാജ്യ തലസ്ഥാനത്ത് പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നു. മെയ് 13 മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ച് ബിഭവ് കുമാർ ക്രൂരമായി മർദ്ദിച്ചെന്നും തലയ്ക്കും കാലിനും മുറിവേറ്റുവെന്നുമാണ് സ്വാതി ഡൽഹി പോലീസിൽ പരാതി നൽകിയത്. കേജ്രിവാളിന്റെ വസതിയിൽ നിന്ന് സ്വാതി മലിവാൾ MP പുറത്തേക്ക് വരുന്ന CCTV ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്തു. കേജ്രിവാളിന്റെ PA ബിഭവ് കുമാർ തന്നെ മർദ്ദിച്ചെന്ന് സ്വാതി ആരോപിക്കുന്ന മെയ് 13 ദൃശ്യങ്ങളായിരുന്നു പുറത്തുവിട്ടത്. ബിഭവിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ആം ആദ്മി ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. കേജ്രിവാളിന്റെ വസതിയിലെ CCTV ദൃശ്യങ്ങളിൽ കൃത്രിമം നടന്നുവെന്ന് സ്വാതി മലിവാളും ആരോപിച്ചു. എന്നാൽ അതേസമയം തന്നെ മുഖ്യമന്ത്രിയെ കാണാൻ അനുമതിയില്ലായിരുന്നുവെന്നും സ്വാതിക്കെതിരെയാണ് നടപടി സ്വീകരിക്കേണ്ടതെന്നുമാണ് ബിഭവ് കുമാറിന്റെ വാദം. ആദ്യം FIR ഇടേണ്ടതില്ല എന്ന് പറഞ്ഞതും അതുപോലെ ബിഭവ് കുമാറിനെതിരെ നേരത്തെ തന്നെ EDയുടെ ഭാഗത്തു നിന്ന് റെയ്ഡ് ഉണ്ടാവുകയും ചെയ്തതോടെ ഇതിനു പിന്നിൽ BJP ആണെന്ന ആരോപണങ്ങൾ ആം ആദ്മി ഉന്നയിച്ചിരുന്നു. പക്ഷേ സ്ത്രീ സുരക്ഷയ്ക്ക് ഏറെ പ്രാധാന്യം നൽകുന്നു എന്നവകാശപ്പെടുന്ന കേജ്രിവാളിന് അധികനാൾ ഈ വിഷയത്തിൽ മൗനം തുടരാൻ കഴിയില്ല. ഡൽഹി, ഹരിയാന എന്നിവിടങ്ങൾ തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഇവിടങ്ങളിൽ ഇന്ത്യ മുന്നണിക്ക് അനുകൂല സാഹചര്യമുള്ളപ്പോൾ ഇങ്ങനെയൊരു വിവാദ വിഷയം തലപൊക്കിയത് ആം ആദ്മിക്കും കേജ്രിവാളിനും തലവേദനയായിരിക്കുകയാണ്. പക്ഷേ അടുത്ത സുഹൃത്തുക്കളായിരുന്ന കേജ്രിവാളും സ്വാതി മലിവാളും എങ്ങനെ എതിർചേരികളിലെത്തി എന്ന ചോദ്യം ബാക്കിയാണ്.